അവൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനല്ല വിളിച്ചിരിക്കുന്നത്, എൻ്റെ നാട്ടിലെ മുഴുവൻ ആൾക്കാരും അമ്മയ്ക്കും അച്ഛനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം അവനെ കൊല്ലുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പം എന്ത് വികാരം? ഓ ചത്ത്, ഓക്കെ. ഇല്ലെങ്കിൽ അവൻ എന്നെ വെടിവെക്കും. ഞാൻ മുഖത്ത് നോക്കിയിട്ട് വെടിവെച്ച് വന്നിട്ടുള്ളത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു എക്സ്പ്രഷനും ഇല്ല. ഇത് കിട്ടിയാൽ അങ്ങോട്ട് പോയി. അല്ല സിനിമയിൽ കാണുന്ന പോലെ ഒന്നുമില്ല. മേരി മാക്കി കസം തെരക്കു ഓ കറുങ്ക ഏ കറുങ്ക ഒന്നുമില്ല മക്കളെ. ലാലിൻ്റെയൊക്കെ കവള് പോലും അഭിനയിക്കും. ഇപ്പം ആ കവളില്ല. പക്ഷെ അന്ന് ആ ചബി കവള് വലത്തെ കവള് ഇളകുന്നതും ഇടത്തെ കവളും ഉണ്ടാകാൻ നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഡയലോഗ് പറയുന്ന സമയത്ത്. ഇപ്പോൾ തലോടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് അച്ഛൻ്റെ മുട്ട് കാണില്ലേ. അതൊക്കെ അച്ഛൻ ഡോക്ടറെ കാണിക്കാം. അതല്ലായിരുന്നു വേണ്ടത്. ആ സമയത്ത് നമ്മുടെ ഒരു കൈയായിരുന്നു വേണ്ടത് അവിടെ. ആ അമ്മ എന്നുള്ളത് അതൊരു ഭയങ്കര മിസ്സിങ് ആണ്. അത് ഭയങ്കര മിസ്സിങ് ആണ്. ഞാൻ രാജ്യസേനയിലും കാരണം ആരും ഈ 17 വയസ്സിൽ വലിയ രാജ്യസേന ഇപ്പൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പം എക്സ്പോസ് ഉണ്ട് കുട്ടികൾ, മീഡിയ, ഇൻ്റർനെറ്റ്, ഇതെല്ലാം. അന്ന് ഞങ്ങളുടെ കാലത്ത് ഒരു എക്സ്പോസും ഇല്ല. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഐ എം വെരി ഹാപ്പി. ധീരുഭായ് അംബാനി, മുകേഷ് അംബാനി എനിക്ക് 5000 കോടി ചിലവാക്കി. എനിക്ക് അതിൽ 2 കോടി ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടത് തൻ്റെ 2 കോടിയും 5 കോടിയും ഒന്നുമില്ല. തനിക്ക് 5000 ഉണ്ടെങ്കിൽ വെച്ചേക്ക്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ 5000 രൂപ കൊണ്ട് ഹാപ്പി ആവുന്ന ആളാണ്. ലൈഫ് നോക്കുകയാണെങ്കിൽ ജീവിതം മുഴുവൻ തന്നെ, അതായത് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനുഷ്യരെ കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആർമിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതിനുശേഷമാണെങ്കിലും ഇപ്പോഴും സാറിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും വിഷൻസ് ആണെങ്കിലും എല്ലാം എനിക്ക് തോന്നുന്നു അപ്പാർട്ട് ഫ്രം ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അല്ലാതൊരു മനുഷ്യനെ തന്നെയാണ് സാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ വർത്തമാനം പറയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അപ്പം സാർ എങ്ങനെയാണ് ഈ ഒരു ആർമി ലൈഫ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു വിഷനിലേക്ക് പോയത് എങ്ങനെയായിരുന്നു ആ ഒരു ചെറുപ്പകാലത്ത് തന്നെ? എങ്ങനെ ആർമി ചേർന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ രാജ്യസേനയായിട്ടൊന്നും പോയതൊന്നുമില്ല. കാരണം ആരും ഈ 17 വയസ്സിൽ വലിയ രാജ്യസേന ഇപ്പൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പം എക്സ്പോസ് ഉണ്ട് കുട്ടികൾക്ക്, മീഡിയ, ഇൻ്റർനെറ്റ്, ഇതെല്ലാം. അന്ന് ഞങ്ങളുടെ കാലത്ത് ഒരു എക്സ്പോസും ഇല്ല. പട്ടാളം എന്താണെന്നുള്ള പോലും അറിയില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ കുറേ പട്ടാളക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടൊരു സ്പിരിറ്റ്. കാരണം അവർ ലീവിന് വരുമ്പോൾ അവർ പേഴ്സിലൊക്കെ ഇഷ്ടംപോലെ പൈസയുണ്ട്, എപ്പോഴും ഇറച്ചി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ കാശുണ്ട്. ഇതാണ് നമുക്കിത് കാണുന്നത്. ഞാൻ വിചാരിച്ചു ഓക്കെ പട്ടാളക്കാരനാണ്, പഠിക്കും വേണ്ട. കാരണം എൻ്റെ അമ്മമാരെല്ലാം 8ാം ക്ലാസ്സും ഗുസ്തിയൊക്കെ ആയിരുന്നു. അവരൊക്കെ പട്ടാളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പട്ടാളത്തിൽ പോയി ചേരുന്നത്. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ട്രെയിനിങ് ഒന്നും കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മൾ രാജ്യസ്നേഹിയാവും. അത് ആ ട്രെയിനിങ്ങിൻ്റെ ഒരു സിസ്റ്റമാണത്. നമ്മളറിയില്ല നമ്മളെങ്ങനെ ആയിപ്പോയി. നമ്മുടെ പ്രയോറിറ്റീസ് നമ്മുടെ ഭാര്യയിൽ നിന്നും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മക്കളിൽ നിന്നും എല്ലാം ഉപരിയായിട്ട് രാജ്യം എന്നുള്ളത് വരുന്നത് അവിടെയായിരിക്കും. അതാണ് ആ ഒരു പേഴ്സണൽ പ്രയോറിറ്റി എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ആവുന്നത്? അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ടായിരുന്നോ ആർമി ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ? അത് ചില ആളുകൾ പേഴ്സണൽ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ സർവീസ് ചെയ്ത് 15 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ചെയ്യും. അതുകൊണ്ടാണല്ലോ എല്ലാവരും മേജർ രവി ആവാത്തത്. അല്ല, ഇപ്പം മേജർ രവി സാറിൻ്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കകത്തൊരു ഫാമിലി ഉണ്ടാവും. ഏത് സിനിമ ഒരു അമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബന്ധം, ഇപ്പം ലവറിൻ്റെ ഒരു കേസ് ആണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ട്. എനിക്ക് എക്സ്പെഷ്യലി പറയാനുള്ളത് കുരുക്ഷേത്ര സിനിമയിലൊരു സോങ് ഉണ്ട്, ഫാന്റാസ്റ്റിക് സോങ്. ആ ഒരു ഒറ്റ സോങ്ങിൽ എത്രമാത്രം ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾ ഫേസ് ചെയ്യുന്ന ഒരു മൊമെൻ്റ്, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരൊറ്റ പാട്ടിലുണ്ട് ഒരു യാത്രാമൊഴിയോടെ. അപ്പോൾ ആ പാട്ട് എനിക്ക് തോന്നുന്നു ആ പാട്ടിന് പിന്നെ ഒരു സ്റ്റോറി ഉണ്ടല്ലേ സാർ? ആ പാട്ട് എങ്ങനെയായിരുന്നു? ആ പാട്ടിന് ആ ഒരു ഇമ്പാക്റ്റ് ആ ഒരു സിനിമയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് വന്നത്? അത് ഒരു യാത്രാമൊഴി എന്നുള്ളത് അത് ആ കഥ ഇങ്ങനെ എഴുതി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇവരുടെ ചില ഡിഫറൻസുകൾ കൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടെ അത് എല്ലായിടത്തും നടക്കുന്നതാണ്. ആ ഈഗോ പ്രോബ്ലം, രണ്ടും പ്രൊഫഷണലാണ്. ഒന്നൊരു ഡോക്ടറാണ്, അപ്പുറത്ത് ഒരു പ്രൊഫഷണൽ സോൾജർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ തമ്മിലൊന്ന് സെപ്പറേഷൻ ലെവലിലേക്ക് എത്തുമ്പോൾ ഭാര്യ യുദ്ധം വന്നു. അപ്പോൾ ഭാര്യയുടെ പെട്രിയോട്ടിസത്തിൽ ഭാര്യയും വിചാരിച്ചു എൻ്റെ ഭർത്താവ് അവിടെ യുദ്ധം ചെയ്യുന്നു, ഞാനും പോകണം അങ്ങോട്ട്. അപ്പോൾ ആ ഭാര്യ എന്നുള്ള ക്യാരക്ടറിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യണം. എല്ലാ ഭാര്യമാരും ഒരുപോലെയല്ല. എൻ്റെ ഭർത്താവ്, ഞാൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് രാജ്യത്തിന് വേണ്ടി അവിടെ പോരാടുന്നുണ്ടെങ്കിൽ ഞാനും അവിടെ വേണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിംഗ് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരുന്നതാണ്. അവിടെ വരുന്ന സമയത്ത് കാണുന്ന എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയായിട്ട് ഭർത്താവിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡോക്ടറാണ്. ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ വരുന്നവരുടെ യുദ്ധഭൂമിയിൽ നിന്ന് വരുന്നവരുടെ പട്ടാളക്കാരുടെ ഡെത്ത് സർട്ടിഫൈ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ആ ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ഒരാൾ കൊടുക്കുന്ന സമയത്ത് അതിൽ സൈൻ ചെയ്യുമ്പോൾ വെറുതെ ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ ടോപ്പിലെ പേര് തൻ്റെ ഭർത്താവിൻ്റെയാണ്. ഈ സമയത്ത് ഞാൻ എന്താണ് ഒരു പാട്ടായിട്ട് എഴുതുക എന്നുള്ളതിൻ്റെ മുകളിൽ ഞാനും ഗിരീഷ് പുത്തഞ്ചേരിയും കൂടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഒരു യാത്ര പറച്ചിലാണത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ആ പെൺകുട്ടിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഡയറക്ടർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ
ഞാൻ പലപ്പോഴും പാട്ടുകൾ ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂലാണ് എഴുതിപ്പിക്കാറുള്ളത്. ഒരു യാത്ര പോകുന്ന സമയത്തുള്ളൊരു യാത്ര പറച്ചിൽ, ഇതാണ് മോനെ എനിക്ക് തുടക്കം വേണ്ടുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വരികൾ എന്ന് പറയുന്നത് ഞാൻ കാത്തിരിക്കാൻ ചേട്ടാ, ഐ വിൽ വെയിറ്റ് ഫോർ യു, 7 ജന്മമാണെങ്കിലും ഞാൻ കാത്തിരിക്കാമെന്നത്, ഇത് വേണമെന്നും പറഞ്ഞു. ഇങ്ങനെയാണ് ഗിരീഷും ഞാനും കൂടെ ആ പാട്ട് എഴുതിക്കുന്നത്. ഗിരീഷാണെങ്കിൽ സച്ച് എ ബ്ലസ്ഡ് പേഴ്സൺ ഹി വാസ്. വിത്തിൻ 10 മിനിറ്റ്സ് പാട്ട് വന്നു. പക്ഷെ എനിക്ക് ആ ലാസ്റ്റിലത്തെ 4 വരി ഐ വാസ് നോട്ട് ഹാപ്പി. ഞാൻ പറഞ്ഞു ഗിരീഷ് ഇത് ശരിയാവണില്ല എന്ന്. എന്താ ശരിയാവാത്തത്? അപ്പം ഗിരീഷിന് അന്ന് എന്താ ട്രെയിൻ പിടിക്കണമായിരുന്നു. അപ്പോൾ ഗിരീഷ് ആ ഒരു ഹറിയിലായിരുന്നു. ഞാൻ പറഞ്ഞു ആ ലാസ്റ്റ് വരി ഞാൻ പറഞ്ഞ ഫീൽ കിട്ടിയില്ല. അതിലുണ്ടല്ലോ 7 ജന്മം എന്നുള്ളതെന്ന്. അപ്പം മൂപ്പർ എന്തോ ഒരു ചൂടിലായിരുന്നു. ഞാൻ പറയില്ല, അതല്ല വേണ്ടത് എനിക്ക്. 7 ജന്മം ഇതിപ്പം ഞാൻ എഴുതാലോ എന്ന്, നീ വേറെ വല്ല വേർഡും കൊടുക്കുന്നു. അതല്ലാതെ 7 ജന്മത്തിന് പിന്നെ എന്ത് വേറെ വാക്കുകളെന്ന്. ഞങ്ങളങ്ങനെയാണ് വഴക്കടിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പറ്റില്ല, അതാണ് നിങ്ങളൊന്ന് പട്ടാളം കൂടാണ്, ഞാൻ എഴുതിയത് നിങ്ങൾ കീറിക്കളയുന്നു. ഞാൻ പറഞ്ഞു കളഞ്ഞു, ഞാൻ 2ാമത് എഴുത്താം, ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ലാന്ന്. അപ്പം അതെ നിങ്ങൾ പുറത്ത് പോയിട്ട് 2 സിഗരറ്റ് വലിച്ചിട്ടൊന്നു, ഞാൻ ഇപ്പം ശരിയാക്കാം. ഞാൻ പുറത്തു പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആള് മ്യൂസിക് ഡയറക്ടറെ പറഞ്ഞു വിട്ടു, സിദ്ധാർത്ഥായിരുന്നു. സാർ റെഡി ആയിട്ടുണ്ട്, നമ്മൾ എങ്ങനെ ഇടാമെന്ന് വെച്ചാൽ. അപ്പോൾ കുഴപ്പമില്ല സാർ എന്ന് കേട്ടു. അങ്ങനെ എഴുതിയ ആ വരി കിട്ടിയ വരികളാണ് കാത്തിരിക്കാം കാത്തിരിക്കാം 7 കാതര ജന്മം ഞാൻ കാത്തിരിക്കാം. പാട്ടുകൾ ഉണ്ടാവുന്നത് ഞാനത്ര വലിയ, ഞാനൊരു ക്രിയേറ്റീവ് ആളാണെന്ന് ഞാൻ അതിൻ്റെ അഹങ്കാരമാണ്. ഇവിടെ ചില മാക്രികളെ കാണാനുണ്ട്. ഒരു പടം വല്ലതും ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവൻ കാലിൻ്റെ മുകളിൽ കാലം വെച്ച്, ജോഷിയേട്ടൻ വന്നാൽ പോലും കാല് താഴത്തേക്ക് വെക്കാത്ത ഒരെണ്ണത്തിന് ഞാനിപ്പോൾ കാണുന്നുണ്ട്. അവന്മാർക്കെല്ലാം വേറൊരു ലെവല്. ഞാനിപ്പോഴും പറയുന്നത് നമ്മൾ ഒന്നുമല്ല. പക്ഷെ അന്ന് ഞങ്ങൾക്കൊരു ടീമുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒരു ഗിരീഷ് എന്ന് പറഞ്ഞൊരു ടീം എന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ സൈഡ്, ഞാൻ പാട്ടെന്ന് എഴുതി ഗിരീഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിടും. എന്ത് വരി എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് വന്നോളൂ. അത് പക്ഷെ അങ്ങനെ ടീം ബ്രേക്ക് ആകുമ്പോഴാണ് നമ്മൾ പലയിടത്തും പാളിപ്പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇന്നിപ്പോൾ ഇത് പറയുമ്പോഴാണ് ഞാനിപ്പോൾ എൻ്റെ പടം വരാൻ പോകുന്നു, അവിടെ ഗിരീഷ് ഇല്ലല്ലോ, ഇനി ആര് എന്ന് പറയുന്ന സമയത്ത്, കാരണം അത് ഭയങ്കര സിങ്കായിരുന്നു ഈ വ്യക്തിയായിട്ട്. അതുപോലെ സിങ്ക് എല്ലാവരുമായിട്ടും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അത് ശരിയാ. അതുപോലെ തന്നെ ആ ഒരു പാട്ടിൽ തന്നെ ഒരു പെർട്ടിക്കുലർ എനിക്ക് കുറച്ചൊരു ഫേവറേറ്റ് എന്ന് തോന്നിയൊരു സ്ഥലമുണ്ട്. മറക്കില്ല മനസ്സിൻ്റെ മുറിവിൽ നിന്ന് ഉറയുന്ന പ്രണയത്തിൻ മഴവില്ല് ഞാൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കേസിൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് അൻഷുമാൻ്റെയും സ്മൃതിയുടെയും അവരൊരു ലവ് സ്റ്റോറി ആയിരുന്നു. അതിനുശേഷമാണ് അവർ ഈ ഒരു ട്രാജഡി അവരുടെ ലൈഫിലേക്കും വരുന്നത്. അപ്പോൾ ഇത് എക്സ്പെക്റ്റഡ് ആണ്. ഈ മിലിറ്ററി മാനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ ഈ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പെക്റ്റഡ് ആണെന്നും പറയാറുണ്ട്. അപ്പം മേജർ സാറിന് ആർമി ലൈഫിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രണയം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പ്രണയ വിവാഹമായിരുന്നോ? പ്രണയ വിവാഹമല്ലായിരുന്നു, വിവാഹമായിരുന്നു. പ്രണയം ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, വിവാഹം വേറെ ആയിരുന്നു. പ്രണയത്തിലെന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രണയം എന്ന് പറയുന്നത് എനിക്കതൊരു ആരെ കണ്ടു കഴിഞ്ഞാലും ഐ അപ്രോച്ച് ദം ലൈക്ക് ദാറ്റ്. അതിനകത്തുള്ളൊരു മനസ്സിൽ ആ ഒരു പ്രണയമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള പാട്ടുകൾ എഴുതിപ്പിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വരികൾ വരുത്താനും ആ ഒരു ഫീൽ കൊടുക്കാനൊക്കെ സാധിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ യു ഷുഡ് ഹാവ് എ മൈൻഡ് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഫ്ലാംബോയിൻനെസ് ഉള്ളിലുണ്ടാവണം. പിന്നെ അതേ പ്രണയിച്ച കുട്ടിയെ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നുമല്ല. ചിലപ്പോൾ അത് ഭാഗ്യമാവില്ല. ചിലപ്പോൾ പ്രണയിച്ചിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് 1ാമത്തെ മാസത്തിൽ ഡൈവോഴ്സ് വന്ന കേസിലും കണ്ടിട്ടുണ്ട്. ഇപ്പം കല്യാണം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു യോഗമാണ്. നമുക്കത് ഡിസ്റ്റൈൻഡാണ്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് എൻ്റെ ഭാര്യ ഹൈപ്പത്തറ്റിക്കലി 35 വർഷമായിട്ട് ഇവളെന്നെ വിട്ടിട്ട് പോകുന്നുമില്ല, എന്ത് ചെയ്ത് കഴിച്ചാലും പോകില്ല. അപ്പം അതെന്താണ്? വെദർ ഷീ ലൈക്സ് ഓർ നോട്ട്, ഐ ലൈക്ക് ഓർ നോട്ട്, ഇറ്റ്സ് എൻ അണ്ടർസ്റ്റാൻഡിങ്. വി ബോത്ത് എൻജോയ് ദ കമ്പനി. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ ഡിഫറൻസുകൾ പലതും ഉണ്ടായിരിക്കും. ആ ഡിഫറൻസുകൾ ഒരു ഡൈവോഴ്സ് സ്റ്റേജിലോട്ടുള്ള ടോക്കിലോട്ട് പോകാനുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ല. കാരണം ഒന്നുകിൽ ഞാൻ സൈലൻ്റ് ആവും, ഞാനായിരിക്കും ജനറലി സൈലൻ്റ് ആവുന്നത്. കാരണം അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈലൻ്റ് ആവുമായിരിക്കും. അപ്പം അതുകൊണ്ട് ഷീ സ്റ്റിൽ വിത്ത് മീ ആൻഡ് വി കണ്ടിന്യൂ ദാറ്റ്. വി ഗോട്ട് എ സൺ ഓൾസോ. അവനും 34 years ആയി. ഇനി അവൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനി അത് എല്ലാം ഇതൊക്കെ ഒരു യോഗം പോലെയാണ്. അപ്പം നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും എനിക്ക് പറയുന്നത്, മക്കളെ പ്രണയം എല്ലാം ഓക്കെ, പക്ഷെ കല്യാണം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ആരെങ്കിലും പറയണം ഐ ആം ഹാപ്പിലി മാരീഡ്, ബുൾഷിറ്റ്.
ഹീസ് ടെല്ലിങ് എ ലൈ. അങ്ങനെയില്ല അതന്നെ ഹീസ് ടെല്ലിങ് എ ലൈ. ഓക്കെ. പിന്നെ ഹാപ്പിലി മാരീഡ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു 1% ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഭയങ്കര പ്രണയമാണ് തമ്മിൽ. പക്ഷേ അത് 1-2 കേസുകൾ. ബാക്കിയെല്ലാം 2 ഹ്യൂമൻ ബീയിങ്സ്, ഡിഫറെൻറ്റ് മെറ്റബോളിസം, ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്. ഈ ആളുകൾ അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഹാപ്പി ആക്കുകയാണ് മാരേജിനെ. ഹാപ്പി ആക്കിയില്ലെങ്കിലോ നമ്മൾ തന്നെയാണ് ഹാപ്പി ആവും. ഒരു കാര്യമില്ല. അതിൽ നല്ല എന്താണ് ഹാപ്പിയായിട്ട് പോവുക. ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് സാർ ഇപ്പോൾ ആർമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലെ റീസെന്റ് മാരീഡ് ആയിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടൊരു പ്രണയം ഉണ്ടായിരുന്നോ, അല്ല അങ്ങനത്തെ ആ ഒരു ഇതെന്നാണോ ഈ ഒരു തോട്ട് വന്നതോ? ഇല്ല, അങ്ങനല്ല. റിയലി അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്? ഞാൻ പല സ്ഥലത്ത് ഇതിലും പലരുടെയും കഥകൾ കേൾക്കുന്നു, ഒബ്സർവൻ്റാണ്. അപ്പോൾ കേൾക്കുമ്പോഴെല്ലാം ഞാനിങ്ങനെ കണക്ട് ചെയ്യും. ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ആ വ്യക്തി അങ്ങനെ ആയിരുന്നെങ്കിൽ, ആ വ്യക്തിക്ക് മിസ് ചെയ്യണമെങ്കിൽ, തല്ലുകൂടിയിട്ട് ബജുവനെ വേണ്ടാന്നും പറഞ്ഞ് നടന്നിരുന്ന ഭാര്യ പെട്ടെന്ന് രാജ്യസ്നേഹം ഉള്ളിലോട്ട് വന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ബി ഇൻ ദ ബോർഡർ എന്ന് പറയുമ്പോൾ, അതേ സമയത്ത് എൻ്റെ ഭർത്താവിനോട് എനിക്ക് സർവീസ് ചെയ്യാനും പറ്റും എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് വരുന്ന സമയത്ത് കൊട്ട് കിട്ടുന്നത് ആദ്യമായിട്ട് സൈൻ ചെയ്തത് എൻ്റെ ഭർത്താവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് മനുഷ്യത്വപരമായി നോക്കിക്കഴിഞ്ഞാലുള്ളൊരു വേദനയുണ്ടല്ലോ. അതാണ് ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഞാൻ കാണിച്ചത്. അത് നിങ്ങൾ ഓരോരുത്തരെയും ടച്ച് ചെയ്യണം. നാളെ നിങ്ങളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭർത്താവുണ്ട്. ഈ വഴക്കം വയ്യാവിലേക്ക് മാറ്റിവെക്ക്. ഏതുവരെ നമ്മൾ ജീവിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ അതിലൂടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ മരണം എന്ന് പറയുന്നത് ഏത് സമയത്ത് ആരെ വേണമെങ്കിലും പിടിക്കാം. അപ്പം നമ്മൾ ഈ വിദ്വേഷങ്ങളും ഈഗോയും വെച്ച് നടന്നിട്ട് ഇപ്പോഴും ഞാനിങ്ങനെ പല കാര്യങ്ങളും ഞാൻ എന്തിനാണ് ഞാൻ ഈ ഈഗോ, എന്തിനാണ് മറ്റു മനുഷ്യൻ എന്നോട് ഈ ഈഗോ കാണിക്കുന്നത്, ഞാൻ എപ്പോഴാണ് പോവാന്നുള്ളത് അയാൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചിരിച്ച് കളിച്ച് ജീവിച്ചുകൂടാന്ന് ചോദിച്ചാൽ, കാരണം നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, മറ്റേയാളും കൂടെ വിചാരിക്കണം. ഇവിടെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മളെന്നും നമ്മൾ വലുത്, ബാക്കി എല്ലാവരും ചെറുത്. ഈ ഈഗോയിലാണ് നമുക്ക് പലതും നഷ്ടപ്പെടുന്നത്. ആ നഷ്ടപ്പാടുകൾ നമുക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം ജീവനോടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും, പലപ്പോഴും കരയും, പലപ്പോഴും വിഷമിക്കും, എന്നിട്ടും നമ്മൾ നേരെയാവില്ല. സോ വി ഗോ ലൈക്ക് ദിസ്. എനിക്കൊന്ന് മേജർ സാറിന് കുറേ പേഴ്സണൽ ലൈഫ് ഒരുപാട് മിസ് ചെയ്ത ഒരാൾ കൂടിയാണ് ഇപ്പം ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ. അപ്പം ഏറ്റവും ഒരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ മിസ്സിങ് ലൈഫിൽ കുറച്ചുകൂടെ നാൾ ഈ ആളുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നല്ല സമയങ്ങളൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോട്ട് വരുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ആരായിരിക്കും? എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, MC മോഹൻ എന്നത്. അവൻ 92-ലാണ് മരിക്കുന്നത്, ജനുവരി മാസം. പക്ഷെ അതുവരയ്ക്കും ഞങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ എല്ലാ തല്ലും പിടിയിലും ഞങ്ങൾ ഒരുമിച്ചിട്ടാണ്, ബ്രദേഴ്സിനെ പോലെ. ഒരു ഗ്രൂപ്പായിട്ടൊരു അടി നടക്കുമ്പോഴും ഞാൻ ഈ 30 കിലോ വെയിറ്റ് ഉള്ളവനും അവനൊരു 52 കിലോ നല്ല കട്ടായിട്ടുള്ളതും രണ്ടും കൂടെ കൈയും പിടിച്ചിട്ട് നിന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പട്ടനാട് സ്കൂളിൽ. അങ്ങനെ വളർന്നു വന്നിട്ട് ഞാൻ പട്ടാളത്തിൽ പോയി. അവൻ പാവം പോയിട്ട് അവൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു ചാരായ ഷാപ്പിൽ അതിൻ്റെ ഇൻചാർജായിട്ട് പോകുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ എല്ലാ ലീവിനും വന്നാലും എന്നെ പട്ടാമ്പി സ്റ്റേഷനിൽ വന്ന് റിസീവ് ചെയ്യുന്ന മോനാണ്. അവന് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. 92-ൽ ആത്മഹത്യ ചെയ്തു, സം റീസൺ. പിന്നെ അമ്മയുടെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിത് ചെയ്തു കൊടുക്കേണ്ടല്ലായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ഇത് അച്ഛനെ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതല്ലായിരുന്നു. മുട്ടുവേദനിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഒന്ന് തലോടി കൊടുക്കേണ്ടതല്ലായിരുന്നു. ഇപ്പം തലോടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് അച്ഛൻ്റെ മുട്ട് കാണില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഓക്കെ അത് മരുന്ന് കഴിച്ചാൽ മതിയല്ല, അതൊക്കെ അച്ഛാ ഡോക്ടറെ കാണിക്കാം. അതല്ലായിരുന്നു വേണ്ടത്. ആ സമയത്ത് നമ്മുടെ ഒരു കൈയായിരുന്നു വേണ്ടത് അവിടെ. അത് നമ്മൾ വിചാരിക്കുന്നുണ്ട് അത് ഡോക്ടർ ചെയ്യേണ്ട പണിയല്ല എന്നുള്ളത്. ഇപ്പം എൻ്റെ മുട്ട് വേദനിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, യെസ് ഇറ്റ് പെയിൻസ്. ആ സമയത്ത് ഒരുത്തൻ്റെ കൈ അവിടെ വന്നിരുന്നെങ്കിൽ അതെൻ്റെ മകൻ്റെയോ ഭാര്യയുടെയോ. പക്ഷെ നമ്മുടെ ഈഗോ നമ്മൾ ആരോടും പറയില്ല. പക്ഷെ അച്ഛൻ ഇങ്ങനെ ഇരുന്ന് തുടങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ പോയിട്ട് ഒന്ന് തലവടി കുറച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് എഴുന്നേറ്റ് പോകും. വി ഷുഡ് ഹാവ് സ്റ്റേഡ് ദെയർ ഫോർ സം മോർ ടൈം എന്നുള്ളത് മരിച്ചതിന് ശേഷം. അതല്ലേ പറയും, നമ്മൾ എവിടുന്ന് പഠിക്കുന്നതോ, നമ്മൾ പഠിക്കില്ല. ഇങ്ങനെ ഞാനിപ്പോൾ വേദനിക്കുന്നത് ഞാൻ പറയും മറ്റുള്ളവരടുത്ത്, ഇറ്റ്സ് വെരി പെയിൻഫുൾ. ബട്ട് ദെൻ സം പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്. ഞാൻ അമ്മയുടെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് അതാ ഇപ്പം എനിക്കും, അതായത് നമ്മളാണെങ്കിലും ഓരോ അല്ലെങ്കിൽ പിന്നെ വിളിക്കാം അല്ലെങ്കിൽ അത് തന്നെ
അതിൽ അമ്മയുടെ ഇത് ഒരു ടി വി ഇൻ്റർവ്യൂവിൻ്റെ അത് മില്യൺസ് ഓഫ് പീപ്പിൾ ഹാവ് വാച്ച്ഡ് ആൻഡ് ദേ കീപ് ഇറ്റ് ആസ് സ്റ്റാറ്റസ് ആൻഡ് ഓൾ ദിസ് തിങ്. സ്റ്റാറ്റസ് അല്ല മക്കളെ, നിങ്ങൾ ചെയ്യത്. അതാണ് ആ അമ്മ എന്നുള്ളത് അതൊരു ഭയങ്കര മിസ്സിങ്ങാണ്. അത് ഭയങ്കര മിസ്സിങ്ങാണത്. അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല. അത് അല്ലേ പറഞ്ഞു. ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, മക്കളെ, എൻ്റെ ക്ലാസ്സിൽ മേജർ റവീസ് അക്കാഡമിയിലെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നവരും പട്ടാളത്തിൽ ചേരാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ഇങ്ങനെയുള്ള വാല്യൂസ് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ, നിങ്ങളുടെ അമ്മ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുക എന്നുള്ളതല്ലേ. ആരെങ്കിലും ചോദിച്ചാൽ അമ്മയ്ക്ക് എന്താ പണി? ഒന്നുമില്ല വീട്ടിലുണ്ട്. നിനക്കറിയാം, നീ എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് നിനക്ക് വേണ്ടി ചായ ഉണ്ടാക്കി തന്ന് നീ ഒരിക്കലും അമ്മ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടില്ല. കാരണം നിൻ്റെ എല്ലാം കഴിഞ്ഞ് നീ രാത്രി കളിയും കഴിഞ്ഞ് ഹോംവർക്കും ചെയ്ത് കിടന്നുറങ്ങുന്ന സമയത്തും അമ്മ ലാസ്റ്റ് നിനക്കൊരു ഗ്ലാസ് പാലോ എല്ലാം കൊണ്ടുവന്ന് തന്നിട്ട് അപ്പോഴും ഉണർന്നിരിക്കുന്ന അമ്മേനെയാണ് നീ കാണുന്നത്. ഉറങ്ങുന്ന അമ്മേനെ നീ കാണുന്നില്ല. അത് നീ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഒന്നുമില്ലാതെ, നിങ്ങളാരും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് പതുക്കെ വീട്ടിലോട്ട് കയറി ചെല്ല്. പലപ്പോഴും അടുക്കളയിലെ പാത്രങ്ങളോട് സംസാരിക്കുന്ന അമ്മയെ നീ കണ്ടിട്ടുണ്ടോ? കാരണം വേറെ ആരോട് പറയാൻ നീ കംപ്ലൈൻറ്റ്. അപ്പം അമ്മ പാത്രങ്ങളോട് സംസാരിക്കും. പാത്രത്തിൻ്റെ ഒരു പ്ലേറ്റെങ്കിലും താഴത്ത് കൈയബദ്ധത്തിൽ വീണ് കഴിഞ്ഞാൽ ആ പ്ലേറ്റിനെ ശകാരിക്കുന്ന അമ്മയെ നീ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ജീവിതം തൊട്ടറിഞ്ഞാൽ മാത്രം മനസ്സിലാക്കാവുന്ന വികാരങ്ങളാണതെല്ലാം. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ അവർ റിയലൈസ് ചെയ്യും, വാട്ട് ഈ സേസ് ഈസ് റൈറ്റ് എന്നത്. പക്ഷെ അതിപ്പോൾ ഇങ്ങനെ എല്ലാ സമയത്തിനും. പക്ഷേ എൻ്റെ കുട്ടികളോട് ഞാനിത് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ അടുത്ത് ആൺകുട്ടികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചാൽ പ്ലേറ്റ് എടുത്ത് വാഷ് ബേസിന് കൊണ്ടിടണം. അമ്മയ്ക്ക് വേണ്ടിയിട്ടോ പെങ്ങൾക്ക് വേണ്ടിയിട്ടോ കാത്തിരിക്കരുത്. അത് നിങ്ങൾ കൊണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അത് അവർ നിങ്ങൾ കൊടുക്കുന്ന സഹായമായിരിക്കും. എനിക്ക് തോന്നുന്നു അവരൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു അഹങ്കാരത്തിൽ തന്നെയാണ്. എനിക്കിപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അമ്മയൊക്കെ കോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ ഇന്നലെ ആണെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് ഒരു ഇൻസിഡൻറ്റിന് ഓർമ്മ വന്നു. അതാണ് ഞാൻ ഭയങ്കര സെൻസിറ്റീവ്. അത് കാരണം അമ്മ ഇന്നലെ വിളിച്ച സമയത്ത് എന്തുണ്ട് വിശേഷം, അല്ലെങ്കിൽ എന്താ കാര്യം എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, എന്ത് വിശേഷം, എന്നത്തെയും പോലെ ഒന്നും പറയാണ്ട് തന്നെ കട്ട് ചെയ്തു. കാരണം അമ്മ ഈ സ്റ്റിൽ എന്ന് നമ്മളടുത്ത് ചോദിക്കുകയാണ്, എന്ത് മോനെ കഴിച്ചോ. അപ്പം എന്നും നമുക്ക് ഡെയിലി ഇങ്ങനെ ഒരു കോൾ, എനിക്ക് തോന്നുന്നു ആ കോൾ ഇല്ലാതാവുമ്പോഴേ നമുക്കതിൻ്റെ ഞാനപ്പോൾ ആ ഒരു തോട്ടിലേക്ക്, കാരണം ഇപ്പം സാർ പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർത്ത്. കാരണം ശരിയാണ്, ആ ഒരു അഹങ്കാരത്തിൽ തന്നെയാണ് ഞാനും സ്റ്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആർമി ലൈഫിലായിരുന്നപ്പം ഡയറക്റ്റ് വെടിവെച്ച ഇൻസിഡൻറ്റും ഉണ്ട്, ഡയറക്റ്റ് തോക്ക് വെച്ച് വെടിവെച്ചിട്ടുണ്ട്. ആ ഒരു ഇൻസിഡൻറ്റ് കൂടി നമുക്ക് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. കാരണം പട്ടാളക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെയുള്ള കഥകൾ ചോദിച്ച് ഇരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരും ചോദിക്കും, ആദ്യത്തെ വെടിവെച്ച ഒരാളെ കൊന്ന സമയത്ത് എന്ത് ഫീലിംഗ്? ഒരു ഫീലിംഗും ഇല്ല. ഒരു ഫീലിംഗും ഇല്ല. എനിക്കുണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ശത്രു എന്നല്ല അയാള്. എനിക്ക് അയാളായിട്ട് പേഴ്സണൽ വരാകില്ല. അയാൾ എൻ്റെ അച്ഛനെ വിളിച്ചിട്ടില്ല, അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴേ നമുക്കൊരു ഇല്ല. കാരണം അവൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനല്ല വിളിച്ചിരിക്കുന്നത്. എൻ്റെ നാട്ടിലെ മുഴുവൻ ആൾക്കാരും അമ്മയ്ക്കും അച്ഛനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം അവനെ കൊല്ലുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ബിക്കോസ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പം എന്ത് വികാരം? ഓ ചത്ത്, ഓക്കെ, ഇല്ലെങ്കിൽ അവൻ എന്നോട് ചോദിക്കും. ഇതാണ് വികാരം. അല്ലാതെ അതിനകത്ത് അയ്യോ പാവം ഒരു ഫീലിംഗ് വന്നിട്ടില്ല കൊല്ലുമ്പോൾ ഒന്നുമില്ല. എനിക്കങ്ങനെ ഞാൻ മുഖത്ത് നോക്കിയിട്ട് വെടിവെച്ച് വന്നിട്ടുള്ളത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ അടക്കം എനിക്കറിയാം. ഒരു എക്സ്പ്രഷനും ഇല്ല. ഇത് കിട്ടിയാൽ അങ്ങോട്ട് പോയി. അല്ല സിനിമയിൽ കാണുന്ന പോലെ ഒന്നുമില്ല. ഒരു എക്സ്പ്രഷനും ഇല്ലാത്തതാണ് ഈ മരിക്കുന്ന സമയത്ത്. കാരണം വെടി കിട്ടിക്കഴിഞ്ഞാൽ ഇവനകത്ത് ഒരു കിളി, എല്ലാ കിളിയും അങ്ങ് പോകും കുറേ കൂടെ. പിന്നെ അതങ്ങോട്ട് പോവാണ്. സിനിമയിലൊക്കെ കാണുന്നത് ഒന്നുമില്ല മക്കളെ, ഒരു വാക്ക് പറയില്ല. അത് കറക്റ്റ് തലയ്ക്ക് കൊടുത്താൽ. ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് തലയ്ക്ക് വെടിവെക്കാനാണ്, അത് കാലിന് വെടിവെക്കാനല്ല. കമാൻഡോസ് എന്ന് പറയുന്നത് വി വർ എക്സ്പെർട്ട് ഓഫ് ഹിറ്റിംഗ് ഓൺ ദ ഹെഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ചാൻസും ഇല്ലെങ്കിൽ എനിക്ക് ശബ്ദം ഉണ്ടാക്കാം. പിന്നെ നെഞ്ചിനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേദനയ്ക്ക് വരുമായിരിക്കും. കറക്റ്റ് ഹാർട്ടിൽ തട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് ഇളകും. അല്ല വയറ്റത്ത് അവിടെ ഇവിടേക്കാണെങ്കിൽ ഒച്ചും വെള്ളവും ഇതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ തലയ്ക്ക് കൊടുക്കുന്ന സമയത്ത് സ്പോട്ട് ഡെഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പം സാറിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതിയിൽ അറ്റാക്കുകളോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ക്രൂഷ്യൽ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ പട്ടാളത്തിലായിരുന്നപ്പോൾ? അങ്ങനെ അറ്റാക്കായിട്ടൊന്നും നമ്മുടെ ബോഡിയിലേക്ക് അങ്ങനെ എന്തെങ്കിലും? അതല്ലേ പറഞ്ഞത്, നമുക്ക് വിധിച്ച ബുള്ളറ്റ് നമുക്ക് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് പട്ടാളക്കാരായിട്ടുള്ള ഞാനൊക്കെ വിചാരിക്കുന്നത്. അതില്ലെങ്കിൽ അത് സൈഡിൽ കൂടെ പോകും, മറ്റവൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അതാണ് പറയുന്നുണ്ട്, എവറി ബുള്ളറ്റ് ഹാസ് ഗോട്ട് എ നെയിം ഓൺ ഇറ്റ്.
അത് ആർക്കെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കുള്ള അല്ലെങ്കിൽ അത് എനിക്കുള്ളതല്ല. അപ്പം അതുകൊണ്ട് അതിനെ പേടിക്കാൻ നിന്നിട്ടൊന്നൊരു കാര്യമില്ല. മരണം വരേണ്ട സമയത്ത് വരും. ജസ്റ്റ് ഫേസ് ഇറ്റ്. ഓക്കെ. ലൈഫിലും ഹൈലി ഡിസിപ്ലിൻഡ് ആണ്. വർക്കിലാണെങ്കിലും അതെ, വിഷൻ്റെ കാര്യത്തിലാണെങ്കിലും അതെ, ടൈം എല്ലാം മേജർ രവി സാറിൻ്റെ നോക്കുവാണെങ്കിലും എല്ലാം ഒരു പങ്ക്ച്വൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആണ്. ഇപ്പോഴാണെങ്കിലും റൂൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇനിയിപ്പം സിനിമാ ജീവിതത്തിലേക്കും വന്നു, അതുപോലെ തന്നെ പട്ടാള ജീവിതം രണ്ടും രണ്ട് രീതിയിലും മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നൊരു സാറാണ്. അപ്പം പട്ടാളക്കാരനായിട്ട് വരുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ്, അതുപോലെ തന്നെ സിനിമാ ലൈഫിലേക്ക് വരുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്, രണ്ടും രണ്ട് രീതി പറയുവാണെങ്കിൽ എങ്ങനെ? പട്ടാളക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ പറയുന്ന വിചാരിക്കുന്ന ആ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് വീട്ടിൽ നിന്നായാലും ശരി. കുട്ടികളൊക്കെ പിന്നെ നിങ്ങളോട് ബോറടിക്കും. അവരോട് ഈ അച്ഛനൊന്ന് പോയാൽ മതി എന്ന് പറയും. പെൻഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ വല്ലാതെ ഡിസിപ്ലിൻ അടിച്ചിട്ട് സിനിമയിലെ കാണുന്ന പോലുള്ള ടിപ്പിക്കൽ പട്ടാളക്കാരനാക്കി കോമാളിയായ മക്കളടക്കം പറയും അച്ഛനൊന്ന് പോയിക്കോടെ തിരിച്ചൊന്നും. സോ അതിന് നമ്മൾ ഓൾറെഡി എനിക്ക് സിവിലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ യൂണിഫോം ഇടാതെ റിട്ടയർ ആവുന്നവരേക്ക് കുറേ കാലം ഞാൻ സിവിലും സിവിൽ പോലീസും സിവിൽ ആളുകളുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ട് എൻ്റെ വീട്ടിൽ പോലും അറിയില്ല ഞാൻ യൂണിഫോം ഇട്ടിട്ടുള്ളത്, മിലിറ്ററി ഇൻ്റലിജൻസിലായതുകൊണ്ട്. അപ്പോൾ എനിക്ക് സിവിലിയൻസുമായിട്ട് നല്ല പഴക്കം, അവരുടെ മൂഡ്, അവരുടെ ഈഗോ ഇതൊക്കെ അറിയാമായിരുന്നു. പിന്നെ അവിടെ എൻ്റെ അടുത്ത് അധികാരമുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ റിട്ടയറാണ്. സോ വി കം ഡൗൺ ടു ദറ്റ് പൊളൈറ്റ് ലെവൽ. പിന്നെ സിനിമയിൽ അതുകൊണ്ട് അവരുടെ അടുത്ത് ഇത്രേ പറയാനുള്ളൂ, അവിടുത്തെ ആളാവരുത് ഇവിടെ വരുന്ന സമയത്ത്. ഇവിടെ സിവിലിയൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പോവാം. സിനിമയിലെന്ന് പറഞ്ഞാൽ യെസ് ഐ ഫോളോ ദ ടൈമിങ് ഡിസിപ്ലിൻ. കാരണം ഡിസിപ്ലിൻ ഈസ് മണി, ടൈം ഈസ് മണി. ആ സമയത്ത് നമ്മൾ ഈ കാര്യം നടത്തിയില്ലെങ്കിൽ പൈസയാണ് ചിലവാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസിപ്ലിൻ ആവും. അതിനിവിടെ ചീത്തപ്പേരുണ്ട്, മേജർ രവി ഷൗട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ശമ്പളം തന്നിട്ടാണ് ഞാൻ ഷൗട്ട് ചെയ്യുന്നത്. അല്ല നിങ്ങളുടെ കാശ് വാങ്ങിച്ച് വെറുതെ നിങ്ങളുടെ ശമ്പളം ചെയ്യില്ല. ശമ്പളം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ശമ്പളത്തിനോട് നിങ്ങൾ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ സമയത്തിന് വാ, ഞാൻ പറയുന്ന സമയത്ത്. അപ്പോഴാണ് എനിക്കെൻ്റെ പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ വൃത്തിയായിട്ടവനാണെങ്കിൽ ആയിക്കോട്ടെ, ഞാനോട് ബോധം. അല്ല, മേജർ രവിയാണ് ഡയറക്ടറെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കും എല്ലാം ആ ഒരു പേടി, സമയം കീപ്പ് ചെയ്യും. സമയം എല്ലാവരും കീപ്പ് ചെയ്യണം. ഞാൻ ചെയ്തിരിക്കുന്ന മോഹൻലാലോ മമ്മൂക്കയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ദിലീപോ, ഐ നെവർ ഫേസ്ഡ് എനി പ്രോബ്ലം വിത്ത് എനിബഡി. ലാലിൻ്റെ കൂടെ പിന്നെ ഒരിക്കലും അത് അവിടെ വോട്ട് കൂടുതൽ ഇങ്ങനെ ഉണ്ടായിരിക്കും ഞങ്ങൾ. അപ്പം എല്ലാവർക്കും അത് മനസ്സിലാക്കാമെങ്കിൽ പിന്നെ ചോദിക്കും നിങ്ങൾ എന്താ ഈ ന്യൂ ജനറേഷൻ ആളുകളായിട്ട്. ചിലപ്പോൾ എനിക്ക് സിംഗാവാൻ പറ്റില്ലായിരിക്കും, ആയിരിക്കും. അതിൽ നല്ലതെന്ന് നമ്മൾ മാറി നിൽക്കുക. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് ചിലവന്മാർ ഒരു പടം ചെയ്ത് കാണും, അല്ലെങ്കിൽ ഒരു പടം പ്രപ്പോസൽ ആകുമ്പോഴത്തേക്ക് തന്നെ ജോഷിയേട്ടൻ എന്ന് പറയുന്നതാണ് നമ്മുടെ മലയാള സിനിമയിലെ ഡയറക്ടറുടെ ഏറ്റവും വലിയ ഒരു തലമൂത്തപ്പനെന്ന് പറയും. ജോഷിയേട്ടൻ വരുമ്പോൾ പോലും അവന് കാല് താഴത്തേക്ക് വയ്ക്കാൻ പറ്റാത്ത ചിലതിനെ ഞാൻ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെന്താ വെച്ചാൽ ബേസിക്കലി കൾച്ചർ അവരുടെ അതാണ് വന്നിരിക്കുന്നത്. അതൊന്നും അധികം ദൂരം ഓടാത്ത കുതിരകളാണ്, ലോങ് ടേം ഓടുന്ന കുതിരയല്ല അത്. അതവിടെ കണ്ടാലറിയാം. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ മാറ്റി നിർത്തുക, നെഗ്ലക്റ്റ് ഇറ്റ്, ഇഗ്നോർ. അപ്പോൾ അതാണ് ഇപ്പം കീർത്തിചക്ര ഫിലിമിലാണ് ഇപ്പം ലാലു എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പം ലാലേട്ടനും മേജർ രവി സാറിൻ്റെ ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരുന്നു. അതിലൂടെയാണ് ലാലേട്ടനാണെങ്കിൽ പോലും ലഫ്റ്റനന്റ് കേണൽ എന്നുള്ള പദവി പോലും കിട്ടുന്നത്. അപ്പം ആ ഒരു സിനിമ സെറ്റിൽ ഇപ്പം ലാലേട്ടനും ഈ ഒരു ഇതിലേക്കൊക്കെ മേജർ രവി സാറിൻ്റെ ഡയറക്ഷനിൽ വന്നതുകൊണ്ടാണ് അത്ര ബ്രില്യൻ്റ് ആയിട്ട് ആൾക്കും പെർഫോം ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പം അതിലൊരു വൺ ഓഫ് ദി എൻ്റെ ഒരു മെമ്മറി പറയാനാണെങ്കിൽ എന്താണ് ഇപ്പം മേജർ രവി സാറിൻ്റെ മനസ്സിലേക്ക് വരുന്നത്? അതിനകത്ത് എൻ്റെ ഡയറക്ഷനല്ല, ലാലെന്ന വ്യക്തിയിൽ ഉള്ള ക്വാളിറ്റീസിന് അത് ഞാനൊരു പട്ടാളക്കാരനായിട്ട് മോൾഡ് ചെയ്ത് ആ ജോലി ഇങ്ങോട്ട് എടുക്കുമ്പോഴാണ് ലാലെന്നുള്ള വ്യക്തിയും അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു പട്ടാളക്കാരനാവുന്നത്. അതിൽ എൻ്റെ ഡയറക്ടോറിയൽ എനിക്കിങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് കിട്ടാൻ ഇന്ന ആൾ, അത് വേറെ വല്ല ആളെ വെച്ചിട്ടാണെങ്കിൽ അത്ര കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിന് ഞങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും ഞാൻ ചിലപ്പോൾ നമ്മൾ നോക്കി നിൽക്കും. ലാലിൻ്റെയൊക്കെ കവള് പോലും അഭിനയിക്കുന്നു. അന്ന് ചബി കവളായിരുന്നു, ഇപ്പം ആ കവളില്ല. പക്ഷെ അന്ന് ആ ചബി കവള് വലത്തെ കവള് ഇളകുന്നതും ഇടത്തെ കവളും ഉണ്ടാകാൻ നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഡയലോഗ് പറയുന്ന സമയത്ത്. അത് നിങ്ങൾ സിനിമയായിട്ട് കാണും. സ്പടികൻ ജോർജിനെ ഷൗട്ട് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട് അവിടെ. അതിൽ പറഞ്ഞു യു ഡു വാട്ട് എവർ യു ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് വലത്തെ കവള് ഇളകും, എന്നിട്ട് മാറി ഓക്കെ സാർ എന്ന് പറഞ്ഞ് സെല്യൂട്ട് അടിക്കുക. ഞാൻ അന്തം വിട്ട് പോയിട്ടുണ്ട്. അപ്പം ലാലിൻ്റെ ഓരോ പോർഷൻ, ലാലിൻ്റെ അടുത്തിരിക്കുന്ന വെറുതെയുള്ള കുറച്ച് ഫാറ്റ് അല്ല, ഇതൊക്കെ അഭിനയിക്കാൻ വെച്ചിരിക്കുന്ന ഫാറ്റുകളാണ്. അത് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ലാലിൻ്റെ ഓരോരോ പോർഷനും അഭിനയിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ലാലിൻ്റെ വിരലുകൾ, ഇത് കഥകൾ പറയും. അപ്പം
അതൊരു ജന്മസിദ്ധമായിട്ടുള്ള ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ളതാണ്. നമ്മളത് എങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കിയാലും പറ്റില്ല. അത് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളതാണ്. മമ്മൂക്കാനുള്ള ക്യാരക്ടർ മമ്മൂക്കാന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇവരെയൊക്കെ ആ ലെവലിൽ നമ്മൾ കണ്ട് ആസ്വദിക്കുക, സിനിമ ചെയ്യുക, എൻജോയ് ഇറ്റ്. നമ്മൾ അവർ ജീവിച്ചിരിക്കുന്ന ഈ യുഗത്തിൽ നമ്മളും ജീവിച്ചു എന്ന് പറഞ്ഞ് ആശ്വസിക്കുക, സമാധാനപ്പെടുക ദൈവത്തിനോട്. അടുത്ത ജന്മം ഇതുപോലെ ഒരു മമ്മൂക്കയും മോഹൻലാലൊക്കെ സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഒരു ഡയറക്ടറായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പറയാം. അതുപോലെ തന്നെ 7 വർഷങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ രാഹത്തിലൂടെ മേജർ രവി എന്ന ആള് തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ ഒരാളെയും കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, മോഹൻലാൽ. അതെ, മേജർ മഹാദേവിനെ അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇത്തവണ? സി ദാറ്റ് ബോണ്ടിങ് ഈസ് ലൈക്ക് മേജർ രവി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കോറിലേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫോർച്യൂണായിട്ട് എൻ്റെ ഒരു ഫോർച്യുനേറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ലക്ക് എന്ന് ഞാൻ പറയാം. എപ്പോഴും നിങ്ങൾ മോഹൻലാലിനെ എൻ്റെ കൂടെ കണക്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഐ ആം റിയലി ബ്ലസ്ഡ് ടു സീ ദാറ്റ്. വൈ? ബിക്കോസ് ഞാൻ കുട്ടിക്കാലം മുതലൊക്കെ ഒരു 80കളിൽ തൊട്ടിട്ട് ആരാധകനായിരുന്ന ഒരു വ്യക്തി, ഞാൻ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി മോഹൻലാലിനെ, അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തെ ഒരു സാഹോദര്യത്തിൻ്റെ പേരിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് വരാനും, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം കയറി പോയിട്ട് ഈ ലെവലിലേക്കൊക്കെ എത്തി. അത് സിനിമകളിൽ കൂടിയാണെങ്കിലും ശരി, പല കാര്യങ്ങളിൽ കൂടെ നോക്കുന്ന സമയത്ത് വി ഷുഡ് ഫീൽ ദാറ്റ് വാട്ട് യു ആസ്ക്ഡ് സെയിം തിങ് എനിബഡി വിൽ ആസ്ക്. അതുകൊണ്ട് അതൊരു സർപ്രൈസായിട്ട് അവിടെ ഇരിക്കട്ടെ, ടെൻഷൻ വേണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എനിക്കറിയാം മേജർ സാറിന്റെ ആണെങ്കിലും ലാലേട്ടൻ്റെ ആണല്ലോ ഒരു ബോണ്ട്, പേഴ്സണലി ആണെങ്കിലും നിങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണ്. ലാലേട്ടനെ വിളിക്കേണ്ട അവസരം ഞാൻ കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു എന്തൊരു സംഭവം ചെയ്യുമ്പോൾ ഞാൻ ലാലേട്ടനെ കാണുമ്പോൾ ഞാൻ പറയും, അണ്ണാ ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ട് കേട്ടോ, സോ ഐ നീഡ് യുവർ സപ്പോർട്ട്, ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് എന്താണെന്നുള്ളത് മോഹൻലാലിനും അറിയാം. അതുപോലുള്ള ആ ഒരു ഇതവിടെ നിൽക്കട്ടെ, ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടെന്ന്. ഓക്കെ, അതുപോലെ തന്നെ മേജർ സാർ പറഞ്ഞിരുന്നു ഈ ഒരു ഓപ്പറേഷൻ രാഹത്ത് എന്ന് പറഞ്ഞ സിനിമ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. കാരണം 5 ലാംഗ്വേജുകളിലേക്കാണ് ഇത് റിലീസ് ആവുന്നത്. അപ്പം ആ ഒരു ഇതും കൂടിയോ? ഈ സിനിമ ബേസിക്കലി ഇറ്റ്സ് ആൻ ഇന്ത്യൻ ഫിലിം. കാരണം ഇന്ത്യയുടെ ഡൽഹിയിൽ നിന്ന് ഓർഡറുകൾ പോയിട്ടുണ്ട്, ഡൽഹിയിൽ നിന്ന് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കേരള ഗവൺമെൻറ്റിൽ കൂടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ പല റിക്വസ്റ്റും സെൻറ്ററിൽ പോയിട്ടുണ്ട്, നമ്മുടെ ആളുകളെ രക്ഷിക്കാനും സേഫ്റ്റി ഇതൊക്കെ. അപ്പോൾ അതെങ്ങനെയും പല ലാംഗ്വേജുകളും വരും. ഡൽഹിയിലുള്ള ആൾ മലയാളത്തിൽ തന്നെ സംസാരിച്ചോളണമെന്നില്ല, ആ ആൾ ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത്. യമനിൽ പോയി കഴിഞ്ഞാൽ യമനിലെ ആൾ മലയാളം സംസാരിക്കില്ല, അത് യമനായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇടുമായിരിക്കും, ഹിന്ദിയിൽ സംസാരിക്കുന്ന സബ് ടൈറ്റിൽ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് എ പാൻ ഇന്ത്യൻ അല്ല, ഇറ്റ്സ് എ വേൾഡ് ഫിലിം. ഏതൊരു സിനിമയാണെങ്കിലും ആ സിനിമയെ നമ്മൾ ഒറിജിനാലിറ്റിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിന് പെർട്ടിക്കുലർ ലാംഗ്വേജ് ഇല്ല. പിന്നെ സിനിമയ്ക്ക് ഞാൻ പറയുന്നു ഇതിനൊരു ലാംഗ്വേജൊന്നുമില്ല. ആ ഒരു റീജിയണൽ ഫിലിം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ കൾച്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇത് മലയാളം സിനിമ എന്ന് പറയുന്നത്. ഞാൻ വെച്ചാൽ അതേ മലയാളം സിനിമയെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബിൽഡിങ്ങിൽ ഇട്ട് ചെയ്തിട്ട് അത് ഇംഗ്ലീഷിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് സിനിമയിൽ പോയി. സോ നമ്മൾ ഈ വൈഡ് റേഞ്ചിൽ കാണുമ്പോഴാണ് ഫ്രെയിമിൽ ഇത് കേരളമാണ്, അപ്പോൾ കേരളത്തിൻ്റെ കൾച്ചർ നമുക്ക് കാണിക്കണം എന്നുള്ള രീതി വരുമ്പോൾ അത് മലയാളം സിനിമയായി പോയി. അതേ സമയത്ത് നമ്മൾ കന്യാകുമാരിക്ക് അപ്പുറത്ത് നാഗർകോവിലിന് അപ്പുറത്തോട്ട് അങ്ങ് മുകളിലോട്ട് പോകുമ്പോൾ അത് തമിഴ് കൾച്ചറായിപ്പോൾ. അങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജുകളുടെ തീരുമാനം. ഇത് ഇറ്റ്സ് എൻ ഇന്ത്യൻ ഫിലിം, എല്ലാ ലാംഗ്വേജും അതിനകത്ത് കാണും. ഇപ്പം മേജർ രവി സാർ, അതായത് ആർമി അല്ലെങ്കിൽ ആർമി ജീവിതം, സിനിമാ ജീവിതം എല്ലാം പോകുന്നു. ഹൗ ഡു യു ഫൈൻഡ് ഹാപ്പിനെസ്? ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എന്താണ് ഹാപ്പിനെസ് ഫോർ യു? ഞാൻ മറ്റുള്ളവൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നോക്കിക്കൊണ്ട് ഞാൻ ഹാപ്പി ആവാറില്ല. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഐ ആം വെരി ഹാപ്പി. ഐ വിൽ നോട്ട് ലുക്ക് അറ്റ് ധീരുഭായ് അംബാനി ഓർ മുകേഷ് അംബാനി. എനിക്ക് 5000 കോടി രൂപ ചിലവാക്കി, എനിക്ക് അതിലൊരു 2 കോടി ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടത് തൻ്റെ 2 കോടിയും 5 കോടിയും ഒന്നുമില്ല. തനിക്ക് 5000 ഉണ്ടെങ്കിൽ വെച്ചേക്ക്, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ 5000 രൂപ കൊണ്ട് ഹാപ്പി ആവുന്ന ആളാണ്. അപ്പം ഒരിക്കലും ഞാൻ കമ്പയർ ചെയ്യില്ല. അദ്ദേഹത്തിന് അത് യോഗമുണ്ട്, ഇത്രയും പൈസ ഉണ്ടാക്കാനും അതൊരു യോഗം. പക്ഷെ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷപ്പെടണം. അല്ലാതെ ഞാൻ താഴ്ത്തി കിടക്കുന്നതിനെ നോക്കുന്നു. ഞാൻ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് എൻ്റെ വണ്ടിയൊക്കെ ചെറിയ വണ്ടിയല്ല, എത്ര എണ്ണം ഉണ്ട്, സോ ഐ ആം ബിഗ് മാൻ. ഇതിലാണ് ഹാപ്പിനെസ്. നമ്മൾ താഴ്ത്തേക്ക് നോക്കൂ. ആൻഡ് യു സേ താങ്ക്സ് ടു ഗോഡ് ദാറ്റ് യു ഹാവ് കം അപ്പ് ഫ്രം ദർ. അത് മറക്കരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ താഴത്തേക്ക് നോക്കണം, എവിടെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അല്ല മുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് യു ക്യാൻ നെവർ ബി ഹാപ്പി. യു ഓൾവേസ് വിൽ ബി ഗ്രീഡി ടു മേക്ക് ഇറ്റ്. എന്നിട്ടോ നമുക്ക് വേണ്ട ഒന്നും നമ്മൾ ചെയ്യില്ല. രാത്രി ഉറങ്ങില്ല, ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് അതുണ്ടാക്കണം എന്തുണ്ടാക്കണം. എനിക്ക് ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ 7 വർഷം ഞാൻ തീരുമാനിച്ചു ഞാൻ പടം ചെയ്യില്ല. ഐ വാസ് ഹാപ്പി.
ബിക്കോസ് എനിക്ക് എൻ്റെ പെൻഷനുണ്ട്, എനിക്ക് എൻ്റെ ക്ലാസ്സുകളിലെല്ലാം ശമ്പളമുണ്ട്, എന്നിട്ടും എനിക്ക് ചാരിറ്റി ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ തന്നെ വൈ ഷുഡ് ഐ ബി അൺഹാപ്പി എന്നുള്ളതാണ്. പിന്നെ എൻ്റെ കറക്റ്റ് എൻ്റെ മൈൻഡ് സെറ്റുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഹാപ്പിയാണ്. ഒച്ചയിട്ട് കുറേ തെറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിന് എൻ്റെ ബാച്ച്മേറ്റ്സ്, എൻ്റെ പട്ടാളം ബാച്ച്മേറ്റ്സ്, എൻ്റെ റേഞ്ചിലുള്ള ആളുകൾ, കാരണം അവർക്കറിയാം എവിടെ ക്രോസ് ചെയ്യരുത് എന്നുള്ളത്. ഈ ക്രോസ് ചെയ്യാൻ ആ ലൈൻ ഏതാണെന്നുള്ള അറിയാത്ത സർക്കിളിൽ പോകുമ്പോഴാണ് പലപ്പോഴും അടിയും പിടിയും വരുന്നത്. നമ്മളങ്ങനെ സർക്കിളിൽ പോകാതിരുന്നാൽ മതി. നമ്മുടെ റെസ്പെക്റ്റ് അവർ തരുന്നുണ്ടെങ്കിൽ ആ ലൈനിൽ നിന്ന് അവർ ക്രോസ് ചെയ്യില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബി വിത്ത് ദം, ഹാപ്പി വിത്ത് ദം. പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് വെയിറ്റിംഗ് ആണ്. എനിവേ താങ്ക് യു സർ. പടപടാന്ന് പടങ്ങൾ വന്നുകൊണ്ടിരിക്കുക നീ, കാരണം വേണ്ടാന്ന് പറഞ്ഞിരുന്നപ്പം മിണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പടങ്ങൾ ഇനിയിപ്പോൾ ഇത് ഓപ്പറേഷൻ രാത്രി കഴിയുമ്പോഴത്തേക്കും ഞാൻ വേഗം മാടൻകൊല്ലി എന്നുള്ള സബ്ജക്റ്റ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഒരു 3-4 പടങ്ങൾ ഇപ്പോൾ സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുവരെ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ പടങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഇടയ്ക്ക് വടിയായാൽ പറയരുത്, ഇങ്ങനത് പ്രോമിസ് ചെയ്തു നമുക്ക്, അത്രേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, താങ്ക് യു.